പി ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പി ജെയിംസ്, അമേരിക്കൻ മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നുണ്ട് ഈ അമേരിക്കൻ ബോംബറുകളുമായി ബന്ധപ്പെട്ട്. അങ്ങനെ നേരിട്ട് ഇറാനെതിരായ ഒരു ആക്രമണത്തിൽ അമേരിക്ക നിലവിൽ പങ്കുചേരുമെന്ന് കരുതാനുള്ള സാഹചര്യമുണ്ടോ പി ജെയിംസ്? ഉന്മേഷ്, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക രംഗത്തിറങ്ങിയാൽ ഇത് അത്യാവശ്യം ഒരു കൈവിട്ട കളിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. അപ്പൊ അതുകൊണ്ട് അമേരിക്ക അങ്ങനെ ഒരു വിഡിത്തം കാണിക്കുമെന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും പ്രവചിക്കാൻ വയ്യ, അൺപ്രഡിക്റ്റബിൾ ആണ്. ഒറ്റ കാര്യം പറയാം, B-2 ബോംബറുകൾ ഇപ്പൊ പോകുന്നത് ഗുവാമിലേക്കാണ്. ഗുവാം അമേരിക്കയുടെ ഐലൻഡാണ്, ജപ്പാൻ അടുത്തുള്ള ഐലൻഡാണ്. അത് B-2 ബോംബറുകൾ അവിടുന്ന് പുറപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് ട്രംപിനെ പോലെ ഒരാൾ നടത്തുന്ന ഒരു ഭീഷണിക്കപ്പുറം അതൊരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ബോംബിങ്ങിലേക്ക് നീങ്ങുമെന്ന് ഇപ്പൊ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ട്രംപ് കൈവിട്ട കളിക്ക് തയ്യാറാണെങ്കിലും ഓക്കെ, അത്യാവശ്യമായിട്ട് അതിന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും അതൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്. ഒരുപക്ഷെ ട്രംപ് അടുത്ത കളിയിലേക്ക് നീങ്ങുന്നു. കാരണം അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട്. ഇസ്രായേലിലേക്ക് ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ചെയ്യുന്നു. ഈ ആണവ ആയുധമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അതുപോലെ യുദ്ധ കച്ചവടക്കാരും അടങ്ങുന്ന അമേരിക്കൻ ലോബി ഭയങ്കര ശക്തമാണ്. ജൂയിഷ് ലോബി ശക്തമാണ്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ ഒരു വിഡിത്തം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇറാനിൽ കൊണ്ടുപോയി അവിടുത്തെ നട്ടാൻസും അതുപോലെ ഫോർദോ ആണവ കേന്ദ്രങ്ങൾ തകർത്താൽ ഇറാൻ തിരിച്ചടിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ, അത് ഇറാഖിലെയും ഗൾഫിലെയുമുള്ള US-ന്റെ താവളങ്ങൾക്ക് നേരെയായിരിക്കും. അങ്ങനെ വന്നാൽ അതൊരു ഓൾ ഔട്ട് വാറിലേക്കാണ് പോകുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ റഷ്യയും ചൈനയും അത്യാവശ്യം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഇറാനെ കൈവിടാൻ പറ്റില്ല. റഷ്യയുടെ നിർണായക സമയത്ത് ഷാഹിദ് ഡ്രോണുകൾ നൽകി സഹായിച്ചതാണ് ഇറാന്റെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമാണ് ചൈന. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ഇപ്പോഴും ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും ചൈനയും വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ അമേരിക്ക ഒരു അവിവേകം കാണിച്ചാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്.